ചരിത്രമുറങ്ങുന്ന ഒരു വീട്ടിലേക്കാണ് നമ്മളെ ശ്രീനാഥ് ചന്ദ്രൻ കൂട്ടിക്കൊണ്ടുപോകുന്നത്. മുംബൈയിലെത്തിയാൽ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒന്നാണ് ഈ വീടെന്നാണ് ശ്രീനാഥ് പറയുന്നത്. ഏതാണ് ആ ചരിത്ര വീടെന്നല്ലേ? മഹാത്മാഗാന്ധിയുടെ മുംബൈയിലെ വസതിയായ മണി ഭവൻ. സ്വാതന്ത്ര്യസമരം കൊടുമ്പിരി കൊള്ളുന്ന കാലത്ത് മഹാത്മാഗാന്ധി താമസിച്ച ഭവനം ഇന്നൊരു മ്യൂസിയമാണ്. ഒപ്പം ഗാന്ധിയൻ ആശയങ്ങളുടെ പഠന കേന്ദ്രവും. അപ്പോൾ നമുക്ക് ആ ചരിത്ര കാഴ്ചകളൊന്ന് കണ്ടുവരാം. മുംബൈയിലെ ചരിത്ര പ്രാധാന്യമുള്ള ഓഗസ്റ്റ് ക്രാന്തി മൈതാനത്തിന് തൊട്ടടുത്താണ് ഈ ലബേണം റോഡ്. ഇവിടെയാണ് മഹാത്മാഗാന്ധി ഏതാണ്ട് 17 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യ സമരകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 17 വർഷക്കാലം അദ്ദേഹം ചെലവഴിച്ചത്. അദ്ദേഹത്തിൻ്റെ മുംബൈയിലെ ഭവനമായ മണി ഭവനാണ് എനിക്ക് വശത്തായി ഇപ്പോൾ കാണുന്നത്. നിസ്സഹകരണം, സത്യാഗ്രഹം, അങ്ങനെ ഗാന്ധിയൻ സമരമുറകൾ പലതും ജന്മമെടുത്ത് അല്ലെങ്കിൽ അത് വളർന്ന ഒരിടമാണ് മണിഭവൻ. 1932 ഇവിടെ വെച്ചാണ് ബ്രിട്ടീഷുകാർ ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. പിന്നീട് 1955ഓടെയാണ് ഇതൊരു മ്യൂസിയമാക്കി മാറ്റുന്നത്. ഗാന്ധിയൻ ദർശനങ്ങൾ നേരിട്ടറിയാൻ വേണ്ടി, അനുഭവിക്കാൻ വേണ്ടി നിരവധി പേരാണ് വർഷാവർഷം മണിഭവനിലേക്ക് എത്തുന്നത്. ഏതായാലും അകത്ത് ചെന്ന് മണിഭവനിലെ കൂടുതൽ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക്. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം കാണുന്നത് ഒരു റിസപ്ഷനാണ്. ഒപ്പം തന്നെ ഓഫീസ് മുറികളും ഇവിടെ പ്രവർത്തിക്കുന്നു. പക്ഷേ ഇവിടെ ശ്രദ്ധേയമായി ആദ്യ കാഴ്ചയിൽ തന്നെ കാണാൻ കഴിയുന്നത് ഗാന്ധി പ്രമുഖരായ ദേശീയ പ്രസ്ഥാന നേതാക്കളോടൊപ്പം ഇരിക്കുന്നതാണ്. മദൻ മോഹൻ മാളവ്യ, സുഭാഷ് ചന്ദ്രബോസ്, ടാഗോർ, സർദാർ പട്ടേൽ, നെഹ്റു, അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളോടൊപ്പമുള്ള ഗാന്ധിയുടെ ചിത്രങ്ങൾ ഇവിടെ കാണാം. അതോടൊപ്പം തന്നെ ഗാന്ധിയുടെ ചിത്രമാലേഖനം ചെയ്തിട്ടുള്ള സ്റ്റാമ്പുകളുടെ ഒരു കളക്ഷൻ, അതും ഈ റിസപ്ഷൻ ഏരിയയിൽ തന്നെ തുടക്കത്തിൽ തന്നെ കാണാൻ വേണ്ടി കഴിയും. റിസപ്ഷൻ ഏരിയയിൽ നിന്ന് നേരെ മുന്നോട്ട് പോകുമ്പോൾ ഒരു വിശാലമായ ഹാളിലേക്ക് എത്തുന്നു. നിരവധി പുസ്തകങ്ങളുള്ള ഒരു വലിയ വിശാലമായ ലൈബ്രറി. ഒപ്പം തന്നെ നേരെ കാണുന്ന ഒരു കാഴ്ച ഗാന്ധിയുടെ ഒരു ശിലാസ്തൂപമാണ്. ശിലയിൽ കൊത്തിയുണ്ടാക്കിയ ഗാന്ധി രൂപം. ഒപ്പം ഇവിടെയുള്ള ചുവരുകളിൽ ഗാന്ധിയൻ ആശയങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചതായും കാണാം. ഗാന്ധിയോടൊപ്പം ഇരിക്കുന്ന ഈ കൊച്ചു പെൺകുട്ടിയെ കണ്ടില്ലേ? ഇത് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ഒരു അപൂർവ ചിത്രം തുടക്കത്തിൽ തന്നെ കാണാൻ കഴിഞ്ഞു. 1ാം നിലയിലേക്ക് ഈ മരഗോവണി കയറി മുകളിലേക്ക് പോകുമ്പോൾ അതിനൊരു വശത്തായി ഗാന്ധിജിയുടെ ജീവിതയാത്ര ഇങ്ങനെ ചിത്രങ്ങളായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പോർബന്തറിലെ ഗാന്ധിയുടെ ഭവനം, 14ാം വയസ്സിൽ ഉള്ള ഗാന്ധിയുടെ ഒരു ചിത്രം, പിന്നീട് മുതിർന്ന ആളായി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ കാഴ്ച, അവിടെ നിന്ന് മടങ്ങുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഫെയർവെൽ മീറ്റിങ്ങിൻ്റെ ഒരു ഫോട്ടോ കാണാം. അങ്ങനെ ഗാന്ധിജിയുടെ ഒരു ജീവിത യാത്രയാണ് ഇവിടെ ഓരോ ഫോട്ടോയിലും ഉള്ളത്. 1ാം നിലയിലേക്ക് എത്തുമ്പോൾ ആദ്യമുള്ള ഈ വിശാലമായ ഹാളിൽ ഉള്ളത് അത്രയും ഗാന്ധിയുടെ വിവിധ ഫോട്ടോകൾ, അപൂർവ ഫോട്ടോകൾ, അതോടൊപ്പം അദ്ദേഹവുമായി ബന്ധപ്പെട്ട രേഖകൾ, കത്തിടപാടുകൾ, സർട്ടിഫിക്കറ്റുകൾ, പത്രവാർത്തകൾ, അങ്ങനെയുള്ള കാഴ്ചകളാണ്. മണിഭവനകത്ത് ഗാന്ധിജി ഉപയോഗിച്ചിരുന്ന മുറിയാണ് ഇത്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന തലയിണയും കിടക്കയും ചെറിയ മേശയും ഒക്കെ തന്നെ അതേപടി ഇവിടെ സംരക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉപയോഗിച്ച ചർക്കയും ഇവിടെ കാണാൻ വേണ്ടി കഴിയും. അതുകൂടാതെ കുറച്ചധികം ചർക്കകൾ ഇവിടെയുണ്ട്. അത് മറ്റ് നേതാക്കൾ, ദേശീയ പ്രസ്ഥാനത്തിലെ നെഹ്റു അടക്കമുള്ള നേതാക്കൾ അദ്ദേഹത്തോടൊപ്പം ഇരുന്ന് നെയ്ത ചർക്കകളാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. മണിഭവനിലെ പ്രധാനപ്പെട്ട ഒരിടമാണ് ഈ ബാൽക്കണി. 2ാം നിലയിലുള്ള ഈ ബാൽക്കണിയിൽ നിന്ന് ഗാന്ധിജി അനുയായികളെ അഭിവാദ്യം ചെയ്യുന്ന നിരവധി ദൃശ്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അത്തരമൊരു ദൃശ്യം ഇവിടെയുമുണ്ട്. ഗാന്ധിയും നെഹ്റുവും ഒക്കെ ചേർന്ന് ഈ ബാൽക്കണിയിൽ നിന്ന് ദേശീയ പ്രസ്ഥാനത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികളെ അഭിവാദ്യം ചെയ്യുന്ന ഒരു ദൃശ്യം.
ഗാന്ധിജിയുടെ ജീവിതത്തിൽ അടയാളപ്പെടുത്തിയ പ്രധാനപ്പെട്ട പല സംഭവങ്ങളുമുണ്ട്. അത്തരം സംഭവങ്ങൾ പാവരൂപങ്ങൾ ഉപയോഗിച്ച് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ഇടത്തേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇവിടെ ഗാന്ധി ചെറുപ്പത്തിൽ മോഷണം നടത്തിയതും പിന്നീട് അച്ഛനോട് അത് തുറന്ന് സമ്മതിച്ച് മാപ്പപേക്ഷിച്ച ഒരു സംഭവമുണ്ട്. അതിൻ്റെ ദൃശ്യാവിഷ്കാരം കാണാൻ വേണ്ടി കഴിയും. പിതാവിന് ശുശ്രൂഷിക്കുന്ന ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഗാന്ധിയെ ട്രെയിനിൽ നിന്ന് ഇറക്കി വിട്ട ഒരു സംഭവം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളൊക്കെ തന്നെ മാറ്റിമറിച്ച ആ ഒരു സംഭവത്തിൻ്റെ ദൃശ്യാവിഷ്കാരം, ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കാഴ്ചയാണ് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. പ്രസിദ്ധമായ സബർമതി ആശ്രമത്തിൻ്റെ ഒരു മാതൃക കൂടി ഇവിടെ കാണാൻ വേണ്ടി കഴിയും. ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ താമസിച്ച ഹൃദയ് കുഞ്ചിൻ്റെ ഒരു മാതൃക. നാഥൂറാം വിനായക ഗോഡ്സെ എന്ന മതഭ്രാന്തൻ ഗാന്ധിജിക്ക് നേരെ വെടിയുതിർത്ത ആ ഒരു നിമിഷത്തെ കാഴ്ച, അതിനുശേഷം ഗാന്ധിജിയുടെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട് അന്ന് രാജ്യം എത്രത്തോളം വേദനിച്ചു എന്നത് അന്വർത്ഥമാക്കുന്ന ഒരു ദൃശ്യം കൂടി ഇവിടെയുണ്ട്. ജീവനോടെ നമുക്കൊപ്പം ഇല്ലെങ്കിലും ഗാന്ധിജി എവിടെയൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുന്നുണ്ട് മണിഭവനിലെ സന്ദർശനം. ഗാന്ധിയൻ ആശയങ്ങളെ മറവിയിലേക്ക് തള്ളിവിടാൻ എവിടെയെങ്കിലും ശ്രമം നടക്കുന്നുണ്ടെങ്കിൽ അതിനെതിരായ ഒരു പ്രതിരോധ പ്രവർത്തനം കൂടിയാണ് മുംബൈയിലെ മണിഭവൻ എന്ന ഗാന്ധി മ്യൂസിയം ചെയ്യുന്നത്. മുംബൈയിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. അപ്പോൾ നമ്മളങ്ങനെ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള ഗാന്ധിയുടെ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകളാണ്, അതിൻ്റെ പകർത്തിയെടുത്ത ചിത്രങ്ങൾ. അത് ഇപ്പോഴും അത് നൽകുന്ന ഒരു അനുഭവം മറ്റൊന്നാണ്. അപ്പോൾ മുംബൈയിലേക്ക് പോകുന്നവർ ഉറപ്പായും മണിഭവൻ മറക്കാതെ കാണുക. ഗാന്ധിയുടെ ജീവിതത്തെ കുറച്ചുകൂടി അടുത്തറിയാനുള്ള ഒരു അവസരമാണ് മണിഭവനും മുംബൈയിലെ ഈ വീടും.